തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. കൽപ്പറ്റ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി KG രവീന്ദ്രന്റെ പത്രിക തള്ളി. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി ധന്യ ബാബുരാജിന്റെ നോമിനേഷനും തള്ളി. വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ് വുമണിന് മത്സരിക്കാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അമയ പ്രസാദിന്റെ പത്രികയ്ക്ക് അംഗീകാരം. ശബരിമലയിൽ ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച ദേവസ്വം ബോർഡ്. തീരുമാനം ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. SIRന്റെ പുരോഗതി വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ പരാതി പ്രവാഹം. വിമർശനമുന്നയിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. BLOമാർക്ക് പരിശീലനത്തിന്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് രത്തൻ ഖേൽക്കർ. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്വാലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ വ്യോമസേന അന്വേഷണം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത തൊഴിലാളി സംഘടനകൾ. ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം. തൊഴിലില്ലായ്മയിൽ ബുദ്ധിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നിയമമെന്ന് സംയുക്ത പ്രസ്താവന.